അങ്ങനെ ജെയിംസൺ സാർ പറഞ്ഞയച്ച് ഞാൻ മറൈൻ സിറ്റിയിൽ വന്നിട്ട് 1 വർഷം. ഈ നഗരത്തിനോട് വല്ലാത്തൊരടുപ്പം തോന്നുന്നു. സഞ്ജനയും മറൈൻ സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. മാസത്തിലൊരാഴ്ച മാധവനങ്കിൾ വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആകാം. ആകെയുള്ള പ്രശ്നം ഇപ്പോൾ ബോറിസാണ്. ചിലപ്പോഴൊക്കെ വിളിപ്പിക്കും. മാക്സിമം കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കും. എന്നാലും കഴിഞ്ഞ 2 വർഷത്തിൽ 2 തവണ മുർമാൻസ്കിൽ പോവേണ്ടി വന്നു. എന്നെയും അവർ ബ്രാത്വയാക്കി എന്ന് വേണേൽ പറയാം. അങ്ങനെ 2021 ബ്രാത്വ ട്രിപ്പിനിടയ്ക്ക് മറൈൻ സിറ്റിയിലേക്ക് തിരിച്ചു വരാൻ കോൾ വന്നു. ഞാൻ പോയതിനു ശേഷം 2 കൊലപാതകങ്ങൾ മറൈൻ സിറ്റിയിൽ നടന്നു. 2 പേരെയും ചുട്ടുകൊന്നിട്ട് കരിഞ്ഞ ശരീരത്തിൻ്റെ വായ തുന്നി വച്ചിരിക്കുന്നു. മൊത്തം സൗത്ത് ഇന്ത്യയിൽ ഇതേ മെത്തേഡിൽ നടക്കുന്ന 4ാമത്തെ കൊലപാതകമാണത്. 2ാമത്തെ ആളും മരിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചെത്തുന്നത്. മറൈൻ സിറ്റിയുടെ വിജനമായ 2 സ്ഥലങ്ങളിൽ നിന്നാണ് 2 ബോഡിയും കിട്ടിയത്. 2 പേരെയും ജീവനോടെയാണ് തീ കൊളുത്തിയിരിക്കുന്നത്. കില്ലറിൻ്റെ ഒരു ക്ലൂ പോലുമില്ല. ഫോറൻസിക് റിപ്പോർട്ടിൽ പെയിൻറ് തിന്നർ ഉപയോഗിച്ചാണ് ബോഡി കത്തിച്ചിരിക്കുന്നത്. ഞാൻ 2 വിക്ടിംസിൻ്റെയും വീട്ടിൽ അന്വേഷണം നടത്തി. ആദ്യത്തേത് രാധാലക്ഷ്മി, ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. 2ാമത്തത് ഒരു മാത്യു. ഇരുവർക്കും 60 വയസ്സടുപ്പിച്ച് പ്രായമുണ്ട്. ഇതിൽ മാത്യൂസിൻ്റെ വീട്ടിൽ നിന്നാണ് അയാൾ സൂക്ഷിച്ചു വച്ച പഴയൊരു പത്രം എനിക്ക് കിട്ടിയത്. മാർച്ച് 30, 2005 ഒരു പത്രം. എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്ന് മറൈൻ സിറ്റിയിൽ ഒരു ബസ് അപകടം നടന്നു. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീ പിടിച്ചു. ഒരാൾ ആ പ്രൈവറ്റ് ബസ്സിലെ എല്ലാവരെയും രക്ഷിച്ചു. എന്നാൽ അയാൾക്ക് മാത്രം അവസാനം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു മരണം. ആ ബസ്സിലെ കണ്ടക്ടറായിരുന്നു മാത്യു. പിറ്റേ ദിവസം വന്ന ന്യൂസാണത്. എനിക്കെന്തോ സംശയം തോന്നി. തീ 2ഇടത്തും. ഞാൻ ആദ്യ വ്യക്തിമായ രാധാലക്ഷ്മിയുടെ വീട്ടുകാരോട് ചോദിച്ചു. മൈ ഗസ് വാസ് റൈറ്റ്. അന്ന് രക്ഷപ്പെട്ടവരിൽ അവരുമുണ്ടായിരുന്നു. അന്ന് ബസ്സിൽ ഡ്രൈവർ അടക്കം 21 പേർ. അതിൽ 3 പേർ സാധാരണ രീതിയിൽ മരിച്ചു. 4 പേർ കൊല്ലപ്പെട്ടു. 4 പേർ വിദേശത്ത്. ബാക്കി 10 പേരിൽ മറൈൻ സിറ്റിയിൽ ഇപ്പോഴും താമസിക്കുന്നത് 7 പേർ. ഞാൻ 14 പേരെയും വിവരമറിയിച്ചു. ഇനി കില്ലറിലേക്ക്. അന്ന് മരിച്ച ആളുടെ പേര് ഗോവിന്ദ് കുമാർ. എന്നാൽ അയാളുടെ വീട്ടുകാരെ കണ്ടുപിടിക്കാനായില്ല. പഴയ അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോൾ അന്ന് അയാൾ യാത്ര ചെയ്തിരുന്നത് ഒറ്റയ്ക്കല്ല. കൂടെ 10 വയസ്സായ അയാളുടെ മകനും ഉണ്ടായിരുന്നു. ഗോവിന്ദ് ഒരു ഊമയായിരുന്നു. പിന്നീട് ആ പയ്യൻ അമ്മയുടെ കൂടെയായിരുന്നു. 6 മാസം കഴിഞ്ഞ് എന്തോ അസുഖം വന്ന് അമ്മയും മരിച്ചു. പിന്നീട് ആ പയ്യൻ്റെ വിവരമൊന്നുമില്ല. അവൻ്റെ പേര് കിട്ടി, വിശ്വജിത് കുമാർ. 2ാം ദിവസം എനിക്കൊരു കോള് വന്നു. ഒരു സർവൈവറിൻ്റെ CCTV ക്യാമറയിൽ രാത്രി ഒരു രൂപം. അത് കണ്ടയാൾ ഞെട്ടി. അത് കാണിക്കാനാണ് എന്നെ വിളിച്ചത്. രാത്രി വീടിൻ്റെ ബാക്കിലെ CCTVയിൽ അവൻ നിൽക്കുന്നു. ഒരു സ്കെയർ ക്രോവിൻ്റെ വേഷം, നീളൻ ചാക്കിനാൽ ഉണ്ടാക്കിയ ഷർട്ട്, വാ തുന്നിക്കെട്ടിയിരിക്കുന്ന മാസ്ക്. അവർക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പായി. അന്നത്തെ സർവൈവേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന കില്ലർ വിശ്വജിത്ത്. പിന്നീട് കോയമ്പത്തൂരിലെ ഓർഫണേജിലായിരുന്നു എന്നറിഞ്ഞു. അവിടെ നിന്ന് ഒരു കുട്ടിയുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ചാടി. പിന്നീട് നോ ക്ലൂ. അയാളിപ്പോൾ പേര് മാറ്റിയിരിക്കണം. പെയിൻറ് തിന്നറിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. ബൾക്കായിട്ടും സ്ഥിരമായിട്ടും തിന്നേഴ്സ് വാങ്ങിക്കുന്നവരെ നോട്ട് ചെയ്യാനും അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് എടുക്കാനും എല്ലാ പെയിൻറ് ഹൗസിലും ഷോപ്പിലും ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. മറ്റ് 2 മർഡർ നടന്ന സ്ഥലത്തെ സെയിം ഡീറ്റെയിൽസ് ആൻഡ് കടക്കാർ സംശയം പറയുന്ന ആൾക്കാരുടെ രേഖയും CCTV വിഷ്വൽസും അപ്പോഴേക്ക് ഞാൻ ഒപ്പിച്ചു. ആദ്യത്തെ മർഡർ നടന്ന സൺറൈസ് വാലിയിലും മറൈൻ സിറ്റിയിലെ ഷോപ്പിലും മാച്ച് കണ്ടെത്തി. ടൈം വച്ച് ബില്ല് നോക്കിയപ്പോൾ ഒന്നിൽ പേരില്ല. എന്നാൽ മറൈൻ സിറ്റിയിലെ ബില്ലിൽ പേരുണ്ട്. ആദ്യത്തെ വിഷ്വലിൽ ഫേസ് കാണുന്നില്ല. 2ാമത്തതിൽ കാണാം. ബില്ലിലെ പേര് RKM. അതൊരു കോൺട്രാക്ടറാണ്, RK മൊയ്തീൻ. മറൈൻ സിറ്റി പോലീസ് സ്റ്റേഷൻ്റെ കഴിഞ്ഞ മാസം നടന്ന റെനോവേഷൻ വർക്ക് നടത്തിയത് അയാളാണ്. ആ ഫേസ് എനിക്കിപ്പോൾ നല്ല പരിചയം വന്നു. അയാളുടെ ജോലിക്കാരൻ. പെട്ടെന്ന് എൻ്റെ ഫോൺ റിങ് അടിച്ചു. അന്ന് അയാളെ കണ്ട വീട്ടിൽ ഞങ്ങൾ ആളെ കൂടുതൽ നിർത്തി. എന്നാൽ ഇന്ന് മറ്റൊരാളെ കാണുന്നില്ല. ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടി എന്നാൽ ബസ്സിലില്ലായിരുന്നു. പക്ഷേ അവളുടെ അമ്മ ബസ്സിലുണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് pregnant at that time. He is not only hunting the survivors,
ഹി വാസ് ഹണ്ടിങ് ദെയർ ബ്ലഡ് ലൈൻസ് ടു റിയൽ സൈക്കോപാത്സ്. RKMനെ വിളിച്ച് അവൻ താമസിക്കുന്ന സ്ഥലമറിഞ്ഞു. ഇങ്ങനെ ഉള്ളവർ പേടിക്കേണ്ടത് പോലീസിനെ മാത്രമല്ല. മറൈൻ സിറ്റിയിൽ ആദ്യമായി ഞാൻ സ്യൂട്ട് ധരിച്ചു. ഹി മസ്റ്റ് ഫിയർ ദ ഡാർക്ക്നെസ് ഇറ്റ് സെൽഫ്. ഞാൻ അയാൾ താമസിക്കുന്ന വീട്ടിലെത്തി. പക്ഷേ അവിടെ ആരുമില്ല. വീടിൻ്റെ 200 മീറ്റർ മാറി ഒരു ഗോഡൗൺ ഉണ്ട്. അവിടെയും ആരെയും കണ്ടില്ല. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. ഒരു ഹാർട്ട് ബീറ്റ് കേൾക്കാം. താഴെ ആരോ ഉണ്ട്. അവിടെ മൂടി വച്ചിരിക്കുന്ന ബേസ്മെൻറ്റ് ഡോർ കണ്ടുപിടിച്ചു. ഞാൻ അകത്തേക്ക് കയറി. ഇരുണ്ട മുറി. കുറച്ച് നടന്നപ്പോൾ ഒരു മെഴുകുതിരി വെളിച്ചം കണ്ടു. ഞാൻ അങ്ങോട്ടേക്ക് നടന്നപ്പോൾ ആ പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു. ഞാൻ ചെന്ന് കെട്ടഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ പിന്നിൽ അയാളൊരു കത്തി കൊണ്ടെന്നെ കുത്തി, വലത് ഷോൾഡറിൽ. ആ കുട്ടി പിന്നെയും നിലവിളിച്ചു. ബട്ട് ഹൗ? വൈ കാണ്ട് ഐ സെൻസ് ഹിം? ഞാൻ കത്തിയൂരി അയാളെ തൊഴിച്ചു. അവൻ അതേ വേഷത്തിൽ തന്നെ. ഞാൻ ഈ ന്യൂസിനെക്കുറിച്ച് പത്രത്തിൽ വായിച്ച ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: പോലീസ് മ്യൂട്ടഡ് എന്ന്. അതുപോലെ തന്നെ ഇവനും. ഹി വാസ് റിയലി സൈലന്റ്, മ്യൂട്ട്. പിന്നീട് ഈ കില്ലറിനെയും ആൾക്കാർ വിളിച്ചത് മ്യൂട്ട് എന്നാണ്. അങ്ങനെ നിലത്ത് വീണ അവൻ അടുത്തുള്ള സ്വിച്ച് ബോർഡ് വലിച്ചു പൊട്ടിച്ചു. അവിടെ മുഴുവൻ പിച്ച് ബ്ലാക്കായി. അവൻ ഓരോ അടിയും എന്നെ അടിക്കുമ്പോഴോ കുത്തുമ്പോഴോ മാത്രമാണ് എനിക്കറിയാൻ പറ്റിയത്. ആ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നില്ല. ഹാർട്ട് ബീറ്റ് ഉണ്ട്. മേ ബി ഷി വാസ് അൺകോൺഷ്യസ് എന്ന് തോന്നി. ഇനി നിവർത്തിയില്ല. ഞാൻ ഗോൾഡൻ ഫിസ്റ്റിനെ ആശ്രയിച്ചു. എൻ്റെ കൈകൾ തിളങ്ങാൻ തുടങ്ങി. ആ റൂമിലേക്ക് ആവശ്യത്തിന് പ്രകാശം കൊണ്ടുവന്നു. മ്യൂട്ട് എന്നെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. മാസങ്ങൾക്ക് മുമ്പ് ആൻറ്റി മാറ്റർ എനർജിയുള്ള ഒരു വില്ലനെ ഒരു വെള്ള സ്യൂട്ടിട്ട ലേഡി കീഴടക്കിയ വാർത്ത കേട്ടിട്ടുണ്ട്. ബട്ട് ഈവൻ ഹീ മേ നോട്ട് ബി ആൻ ഒബ്സ്ക്യൂറൻറ്റ്. സോ മൈ പഞ്ച് കുഡ് കിൽ ഹിം. അടുത്തെത്തി അവനെ ഞാൻ ചവിട്ടി താഴെയിട്ടു. നോർമൽ കൈയിൽ പഞ്ച് ചെയ്തു. അവൻ ബോധം കെട്ടു. എന്നിട്ട് ഞാൻ അവൻ്റെ മുഖംമൂടി മാറ്റി. വ്യാജ പേരിൽ കഴിയുന്ന വിശ്വജിത് കുമാർ AKA മ്യൂട്ട്. ഒടുവിൽ പോലീസ് വന്ന് സൂപ്പർ വില്ലനായ മെനസിനെ ഇട്ടിരിക്കുന്ന ഫാൻറ്റം കീപ്പിലേക്ക് തന്നെ മ്യൂട്ടിനെയും കൊണ്ടുപോയി. ആ രഹസ്യവും ഞാൻ കണ്ടെത്തി. മ്യൂട്ടിന് ഒരു കൺജൻഷ്യൽ അനോമലിയുണ്ട്, സൈലന്റ് പൾസ് സിൻഡ്രോം. അവൻ്റെ ഹാർട്ട് ബീറ്റ് വളരെ ചെറുതാണ്. അത് നോർമൽ ആളുകളുടെ അത്രയും ഹൃദയമിടിപ്പുണ്ടാക്കില്ല. അവന് സ്വന്തം അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പേരുടെ ജീവൻ രക്ഷിച്ചത് അന്ന് അയാൾ ഒറ്റയ്ക്കാണ്. നഷ്ടപ്പെട്ടത് അവന് മാത്രം. അനാഥനായതും അയാൾ മാത്രം. അവരുടെ വിധി മാറ്റിയത് അവൻ്റെ അച്ഛനാണ്, അവൻ്റെതും. അതുകൊണ്ട് ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ലാത്തവരാണവർ എന്നവൻ ഇപ്പോഴും വിശ്വസിച്ചു. അങ്ങനെ അവരുടെ വിധി അവൻ എഴുതാൻ തുടങ്ങി. അങ്ങനെ മറൈൻ സിറ്റി പഴയതുപോലെയായി, ഡേ ഓഫ് ജെനസിസിന് മുമ്പ് വരെ.